എനിക്ക് അറിയില്ല, ഞാനത് കണ്ടിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പോലീസ് അത് തെറ്റായി രേഖപ്പെടുത്തിയതാണ്. സിനിമയെ വെല്ലുന്ന നാടകീയ രംഗങ്ങളാണ് വിസ്താരത്തിനിടെ കോടതിയിൽ അരങ്ങേറിയത്. അന്വേഷണത്തിന്റെ 2ാം ഘട്ടത്തിലാണ് നടൻ ദിലീപ് കേസിലെ 8ാം പ്രതിയായത്. ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് മുൻവൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് പല താരങ്ങളും ആദ്യഘട്ടത്തിൽ പോലീസിന് മൊഴി നൽകി. എന്നാൽ പലരും പിന്നീട് മൊഴി മാറ്റി. നടൻ സിദ്ദിഖ്, ഭാമ, ബിന്ദു പണിക്കർ, ഇടവേള ബാബു, കാവ്യ മാധവൻ, നാദിർ ഷാ തുടങ്ങിയവരാണ് ഇവരിൽ പ്രധാനികൾ. ദിലീപും നടിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാമായിരുന്നു എന്നാണ് സിദ്ദിഖ് പോലീസിനു നൽകിയ മൊഴി. എന്നാൽ അങ്ങനെ ഒരു മൊഴി നൽകിയതായി ഓർക്കുന്നില്ലെന്ന് സിദ്ദിഖ് കോടതിയിൽ പറഞ്ഞു. താരസംഘടനയായ അമ്മയുടെ താരനിശ റിഹേഴ്സലിനിടെ നടിയെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് ദിലീപ് ഭീഷണിപ്പെടുത്തുന്നത് കേട്ടു എന്നായിരുന്നു നടി ഭാമ ആദ്യഘട്ടത്തിൽ പോലീസിനു നൽകിയ മൊഴി. എന്നാൽ കോടതിയിൽ ഭാമ കരണം മറിഞ്ഞു. നടിയും ദിലീപും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മുൻപ് പോലീസിന് മൊഴി കൊടുത്ത നടി ബിന്ദു പണിക്കർ സാക്ഷി വിസ്താരത്തിനിടയിൽ കൂറുമാറി. സിനിമയിൽ തനിക്ക് വരുന്ന അവസരങ്ങൾ ദിലീപ് ഇല്ലാതാക്കുന്നു എന്ന് നടി പരാതിപ്പെട്ടതായി അമ്മ ജനറൽ സെക്രട്ടറിയായിരുന്ന ഇടവേള ബാബു ആദ്യഘട്ടത്തിൽ മൊഴി നൽകി. കോടതിയിൽ ബാബുവും പ്രോസിക്യൂഷനെ കൈവിട്ടു. അക്രമത്തിനിരയായ നടിയോട് ദിലീപിന് ശത്രുതയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദത്തെ സാധൂകരിക്കാനാണ് ഭാര്യയായ കാവ്യയെ സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അതിജീവിത ദിലീപും കാവ്യയുമായുള്ള ചിത്രമെടുത്ത് മഞ്ജു വാര്യർക്ക് അയച്ചുവെന്നും അതാണ് ദിലീപിന്റെ വൈരാഗ്യത്തിന് കാരണമെന്നും കാവ്യമാധവൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ കോടതിയിൽ മൊഴി മാറ്റി. സുഹൃത്തും സന്തത സഹചാരിയുമായ നാദിർ ഷാ ദിലീപിന്റെ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടതായി മൊഴി നൽകി. എന്നാൽ കോടതിയിൽ ഇക്കാര്യം നിഷേധിച്ചു. നടന്റെ ബന്ധുക്കളും വീട്ടുകാരും ഉൾപ്പെടെയുള്ളവർ, മറ്റു പ്രതികളുടെ ബന്ധുക്കൾ തുടങ്ങിയവരും കൂറുമാറിയെന്നാണ് പ്രോസിക്യൂഷൻ വാദം. നടൻ കുഞ്ചാക്കോ ബോബൻ, ചലച്ചിത്ര പ്രവർത്തക ഗീതു മോഹൻദാസ്, മഞ്ജു വാര്യർ തുടങ്ങിയവരാണ് അതിജീവിതയ്ക്കൊപ്പം നിന്നവർ. അവർ കോടതിയിൽ കൂറുമാറിയില്ല. കൂറുമാറാത്തവരുടെ മൊഴിയുടെ കരുത്ത് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷയിൽ പ്രധാനമാണ്.